നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതി ചൊവ്വാഴ്ച, കാർത്തിക നക്ഷത്രമാണ്. വരുന്ന 6 മാസങ്ങൾ സാമ്പത്തിക നേട്ടം, നല്ല ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയമാണ് വരുന്ന 6 മാസങ്ങൾ എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇനി ഇന്നത്തെ രാശിഫലം. ആദ്യമായി മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ഉപരിപഠനത്തിന് ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. അതിനുള്ള ആപ്ലിക്കേഷൻസൊക്കെ അയക്കാവുന്നതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കാം. ജോലിക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയാം. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങുന്ന ഒരു ദിവസമാണ്. യോജിച്ച രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരുവാൻ ഭാഗ്യമുണ്ട് എങ്കിലും ഇതിലെ തീരുമാനങ്ങൾ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. മിഥുനം രാശി. മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. യാത്ര കൊണ്ട് ക്ലേശവും, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാത്തത് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസവും, പൊതുവെ അഭിപ്രായ വ്യത്യാസവും, പ്രണയകാര്യങ്ങളിൽ ഒരു തടസ്സവുമൊക്കെ വരാനുള്ള ഒരു സാധ്യത ഇന്നേറെ കാണുന്നു. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്തൊരു ദിവസമാണ്. പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുവാനുള്ളൊരു താല്പര്യം ഉണ്ടാവും. വസ്തു വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുന്ന ഒരു ദിവസമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ എഴുതുന്നവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി പഠനകാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. കാരണം അല്പം ഒരു ശരീരക്ഷീണമോ അലസതയോ ഒക്കെ കൊണ്ട് ചില അവസരങ്ങൾ നഷ്ടമാകുവാനുള്ള സാധ്യതയേറെയാണ്. കന്നിരാശി. ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. വൈകാരികമായി ചെറിയ പ്രയാസങ്ങളൊക്കെ വരാമെങ്കിൽ തന്നെയും കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് പോകും, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം. പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുമുട്ടുവാനും ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാനുമുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. വൃശ്ചികം രാശി. വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പൊതുവെ മനസ്സിന് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ബന്ധുജനങ്ങളിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന് വരുന്ന ഒരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ആത്മനിയന്ത്രണത്തോടുകൂടി പെരുമാറുക. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. റുമാറ്റിക് കംപ്ലയിൻറ്റ്സ്, അലർജിക് കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ദൂരയാത്ര, അസമയത്തുള്ള യാത്ര ഇവ കഴിയുന്നതും കുറയ്ക്കുക. ചെറിയൊരു സാമ്പത്തിക ലാഭം ഇന്ന് പ്രതീക്ഷിക്കാം. മകരം രാശി. ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതായി കാണുന്നുണ്ട്. പെട്ടെന്ന് കോപം ഒക്കെ വരുന്ന ഒരു ദിവസമാണ്. എടുത്തിയാടിയുള്ള തീരുമാനങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. കുംഭം രാശി. അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം, പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്രയും ഉല്ലാസയാത്രയും തീർത്ഥാടനവും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഒരു ഭാഗ്യവും ഇന്ന് കാണുന്നു. മീനം രാശി. പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനൊക്കെ അയക്കുവാൻ പറ്റിയ ദിവസമാണ്. ജോലിക്ക് വേണ്ടി ഇന്ന് ശ്രമിക്കാവുന്നതാണ്. ചെറിയൊരു ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം.